നമസ്കാരം. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. അതേ വർഷം ജൂലൈ 10 അറസ്റ്റിലായ ദിലീപിന് 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത്. വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുമുണ്ടായി. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കേസ് കടന്നുപോകുന്നത്. അന്നു മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ 8ാം വർഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസ് സുനിയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. എന്നാൽ മലയാള സിനിമയെയും ഇന്ത്യയെ തന്നെ നടുക്കിയ ഈ സംഭവത്തിന് ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളിൽ നിന്നായി പുറത്തു വന്നിരുന്നു. കോടതിയിൽ നടപടിക്രമങ്ങൾ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. ദിലീപിനെതിരായി പ്രവർത്തിച്ച പലർക്കും പിന്നീട് രോഗങ്ങൾ വന്നതും കരിയറിൽ തിരിച്ചടി ഉണ്ടായതുമെല്ലാമാണ് SP ഹരി എന്ന പ്രൊഫൈലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ദിലീപിനെതിരെ പോലീസിന്റെ ഭാഗം കണ്ടതായി കോടതിയിൽ മൊഴി നൽകിയ ഏക വ്യക്തിയായ സംവിധായകൻ ബാലചന്ദ്രകുമാർ രോഗം ബാധിച്ച് മരിച്ചു. പൾസ് സുനിയുടെ ആദ്യ അഭിഭാഷകനായ അഡ്വക്കേറ്റ് BA ആളൂരും രോഗത്തെ തുടർന്ന് അന്തരിച്ചു. ആളൂർ വന്നതിനു ശേഷമാണ് പൾസ് സുനി ജയിലിൽ നിന്ന് ദിലീപിന് കത്തെഴുതുന്നത്. അതാണ് ദിലീപ് കേസിൽ പെടുന്നതിന്റെ തുടക്കം. ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ മുൻകൈയെടുത്ത വനിതാ IPS ഉദ്യോഗസ്ഥയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ക്രെഡിറ്റ് കിട്ടേണ്ടിയിരുന്ന ജിഷ കേസിൽ അവർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. DGP ആകാനും കഴിഞ്ഞില്ല. ശ്രീകുമാർ മേനോൻ ഒടിയൻ ഡിസാസ്റ്ററിന് ശേഷം 7 വർഷമായിട്ടും ഒരു തിരിച്ചുവരവില്ലാതെ ഇപ്പോഴും ഒരു പോസ്റ്റ് ഇട്ടാൽ തെറി കേൾക്കുന്ന അവസ്ഥയിലാണ്. സാമ്പത്തിക പ്രശ്നം വന്ന് ഇടയ്ക്ക് 2 തവണ അറസ്റ്റിലുമായി. മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവൽ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ നാടുവിട്ട് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നേ ബോംബെയിലെ മാധ്യമങ്ങളിൽ ദിലീപിനെതിരായ വാർത്ത തിരികൊളുത്തിയതിന് പിന്നിൽ ശ്രീകുമാർ മേനോനും ഉപജാപകൻ മാത്യു സാമുവലുമാണെന്നാണ് ദിലീപിന്റെ പക്ഷം. തമാശയ്ക്ക് പറഞ്ഞാൽ ദിലീപ് പ്രാർത്ഥിക്കുന്ന മൂർത്തിയുടെ ശക്തി വളരെ വലുതാണെന്നാണ് പലരും പറയുന്നതെന്നും കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതേസമയം നിശിതമായ വിമർശനങ്ങളും പരിഹാസങ്ങളും ഈ കുറിപ്പിന് താഴെ വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പുള്ളിക്കെതിരെയും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും തോന്നുന്നു. ജനപ്രിയ നായകൻ ഇപ്പോൾ അപ്രിയ നായകനാണ് എന്നാണ് നിമിഷ ദാസ് എന്ന വ്യക്തി കമന്റ് ബോക്സിൽ കുറിച്ചിരിക്കുന്നത്. ഒരു 10 കൊല്ലം കൂടി കേസ് വലിച്ചു കിട്ടിയാൽ ഇനിയും പോസ്റ്റ് ഇടാൻ പറ്റും. എന്തോരം പേർക്ക് അതിനിടയിൽ പനിയും ജലദോഷവും ഒക്കെ വരും എന്ന് മുജീബ് എന്നയാളും ചോദിക്കുന്നു. കമന്റിൽ ദിലീപിനെ പിന്തുണയ്ക്കാനും ആളുകളുണ്ട്. ദിലീപിന്റെ സിനിമകൾ ഒരു കാലത്ത് നല്ലോണം ഹിറ്റായിരുന്നു. അവസാനം ഇറങ്ങിയ സിനിമയും ഹിറ്റാണ്. കേസ് തുടങ്ങിയ ഉടനെ ഇറങ്ങിയ രാമലീലയും ഹിറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ദിലീപിനെ ആരൊക്കെ എതിർത്താലും തകർക്കാൻ നോക്കിയാലും അയാൾക്ക് ഒരുപാട് പേരുടെ പിന്തുണ എന്നിട്ടും ഉണ്ട്. അതെന്തുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നതിന്റെ കാരണം ഇപ്പോഴും അയാൾക്കെതിരെയുള്ള കേസുകൾ ഗോസിപ്പിനപ്പുറത്തേക്ക് കോടതിക്കോ നിയമത്തിനോ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പൊതുജനത്തിന് മുൻപിൽ. നല്ല സിനിമകൾ ചെയ്താൽ ഇനിയും അയാൾക്ക് ഇവിടെ പ്രേക്ഷക പിന്തുണ ലഭിക്കും. അത് പ്രിൻസ് തിയേറ്ററിൽ കണ്ട എന്റെ അനുഭവമാണെന്നാണ് ഒരു ആരാധകൻ കുറിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അതിജീവിതയ്ക്കെതിരെ TG മോഹൻദാസ് രംഗത്തെത്തിയിരുന്നു. കേസ് അനാവശ്യമായി വലിച്ചു നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് അതിജീവിത ചെയ്യുന്നതെന്നും അതുവഴി കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ ഉപദ്രവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദിലീപിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിജീവിതയായ നടിയുടെ പേര് അറിയാതെ പറഞ്ഞതിന്റെ പേരിൽ പതിവയോധികനായ SN സ്വാമിക്കെതിരെ പോലും കേസെടുത്തിട്ടുണ്ടെന്നും എന്നാൽ നടി തന്നെ സ്വയം പേര് വെളിപ്പെടുത്തി അഭിമുഖം നൽകിയിട്ടുണ്ടെന്നും TG മോഹൻദാസ് ചൂണ്ടിക്കാട്ടി. ഈ കേസ് തീരരുതെന്ന് ഈ കേസിലെ വാദിക്കൊരു വാശിയുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഓരോ കാര്യത്തിലും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ്, അപ്പോൾ ദിലീപും ചലഞ്ച് ചെയ്യും. ഓരോ കാര്യത്തിലും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ്, അപ്പോൾ ദിലീപ് ചലഞ്ച് ചെയ്യും. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യേണ്ടി വരും. അങ്ങേരുടെ രക്ഷ അങ്ങേര് നോക്കണ്ടേ. വാസ്തവത്തിൽ ഈ കേസ് തീരാതിരിക്കുന്നത് വാദിയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ഉടക്ക് കൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴേ തീരേണ്ട ഒരു കേസാണിത്. ഈ കേസ് ഇങ്ങനെ നിലനിർത്തി ഇപ്പോഴും ദിലീപിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ സംഘടിതമായ ഒരു ശ്രമം കേരളത്തിൽ പലരും ചെയ്യുന്നുണ്ട്. കാരണം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന്. അത് എങ്ങനെ തീരുമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ പേര് പറഞ്ഞാൽ കുറ്റമാണ്. പക്ഷെ അവർ സ്വയം പേര് പറയുകയും വനിതയിൽ അഭിമുഖം കൊടുക്കുകയും മുഖചിത്രമായിട്ട് അവർ വരികയും ചെയ്തു. ഇതെല്ലാം കേരളത്തിൽ നടന്നു. അവരുടെ പേര് ഓർമ്മയില്ലാതെ വയോവൃദ്ധനായ SN സ്വാമി പറഞ്ഞു എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇത്ര പ്രശസ്തയായ നടിയായതിനാൽ പേര് പറഞ്ഞു പോകും. എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു ഈ ആക്രമണത്തിന്റെ പേരിൽ. ഈ കേസിൽ ദിലീപിന്റെ ഭാഗം കറക്റ്റായി വാദിക്കുന്ന വക്കീലന്മാരെ ഒരു ചാനലും ചർച്ചയ്ക്കായി വിളിച്ചിട്ടില്ല. എതിരായിട്ടുള്ള വക്കീലന്മാരെയാണ് എപ്പോഴും വിളിക്കുന്നത്. ഇപ്പുറത്ത് സാധാരണ മനുഷ്യരും. വക്കീലിന് മുൻപിൽ സാധാരണ മനുഷ്യർ തോറ്റുപോകും. അപ്പോൾ ദിലീപ് കുറ്റക്കാരനാകും. ഈ ടെക്നിക്കാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിൽ അന്തിമവാദം പൂർത്തിയായത്. ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും. ഇതിനായി കേസ് മെയ് 21 പരിഗണിക്കുന്നതായിരിക്കും. അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും. 7 വർഷവും 1 മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 8ാം പ്രതിയും നടനുമായ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേസിന്റെ വിചാരണ നടപടികൾ ഏപ്രിലിൽ പൂർത്തിയായിരുന്നു. കേസിൽ 8ാം പ്രതി കൂടിയായ ദിലീപിന്റെ ഭാവി എന്താകുമെന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. 2017 ജൂലൈ 10 നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്ന ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ദിലീപിനെതിരെ 19 തെളിവുകളുണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത്. അറസ്റ്റിന്
പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും 85 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ ഒക്ടോബർ 3-നായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത്. അന്നു മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 50-ന് മുകളിൽ ഹർജികളാണ് നൽകിയത്. ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത്. ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി. പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാര്യരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് അടുത്തിടെ പറഞ്ഞിരുന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചുകൂടിയിരുന്നു. സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ, അത് അന്വേഷിക്കണമെന്ന മഞ്ജുവാര്യരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത്. കേസ് വഴിതിരിയുന്നത് അവിടെയാണ്. ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാര്യർ കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു. വേറെ ആരുമല്ലല്ലോ, മഞ്ജുവാര്യരല്ലേ പറയുന്നത്, സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ. അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി. പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആരെന്നതിന് പിറകെയായി എല്ലാവരും. സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ. പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി. നടി ആക്രമിച്ച 7 എണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് വായടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി. ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി. ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു. അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താനൊന്നും പോയില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു.